നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയൊക്കെ മനസ്സറിഞ്ഞിട്ടുണ്ട് AICC നിരീക്ഷകർ. ആ അറിഞ്ഞ മനസ്സ് എന്താണെന്ന് അവർ ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണ്. ഇനി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെയാണ് തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം കാത്തിരിക്കുകയാണ്. പക്ഷെ തങ്ങളുടെ സ്ഥാനം അല്ലെങ്കിൽ MLA-മാരുടെ ഇടയിൽ തങ്ങൾക്കുള്ള പിന്തുണ കൃത്യമായി ഉറപ്പാക്കിയിട്ടുണ്ട് ചെന്നിത്തലയും KC വേണുഗോപാലും അതോടൊപ്പം VD സതീശനും. എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ മുസ്ലിം ലീഗിന്റെ പേര് വലിച്ചിഴച്ചതിൽ ഒരു അതൃപ്തി മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ വിജയ് ആണോ മുഖ്യമന്ത്രി? വിജയ് മുഖ്യമന്ത്രി ആകാതിരിക്കാനുള്ള ഫോർമുലകൾ പരീക്ഷിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന പുതിയ വാർത്തകൾ. എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പുറത്തു നിന്ന് DMK പിന്തുണയ്ക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പാർട്ടികൾ, അതായത് CPM, CPI, VCK അടക്കമുള്ള പാർട്ടികളുടെ യോഗങ്ങൾ ഇന്ന് തമിഴ്നാട്ടിൽ ചേരുന്നുണ്ട്. ഈ യോഗങ്ങളിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് വിജയ്. 5 സീറ്റുകൾ കൂടി വിജയ്ക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളൊക്കെയാണ് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച് ഈ ജനങ്ങളെ സംബന്ധിച്ച് അവർ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പരക്കെ മഴയ്ക്കുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇനി വാർത്തകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ തീരുമാനം നിർണായക ഘട്ടത്തിലേക്ക്. കേന്ദ്ര നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറും. MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച് KC പക്ഷം. ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിച്ചും അണികളെ തെരുവിലിറക്കി സമ്മർദ്ദ തന്ത്രം പയറ്റിയും സതീശൻ പക്ഷം. പ്രതീക്ഷയോടെ ചെന്നിത്തലയും. മുതിർന്ന നേതാക്കളെ ഉടൻ ഡൽഹിക്ക് വിളിപ്പിക്കും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന കാര്യത്തിൽ CPM-ൽ അവ്യക്തത. പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രം. കണ്ണൂരിലെ തോൽവിയിൽ നേതാക്കൾക്കെതിരായ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ്. നിർദ്ദേശം നേതൃമാറ്റം ആവശ്യപ്പെട്ട് ശക്തി കേന്ദ്രങ്ങളിൽ ഫ്ലക്സുകൾ വന്നതിന് പിന്നാലെ. വിജയ്ക്ക് തമിഴ്നാട് ഭരിക്കണമെങ്കിൽ ഇടതു പാർട്ടികളുടെയും VCK-യുടെയും തീരുമാനം നിർണായകം. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമോ എന്ന് ഇന്നറിയാം. TVK-ക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായില്ലെങ്കിൽ DMK, അണ്ണാ DMK സഖ്യ സർക്കാരിന് സാധ്യത. കാലാവധി കഴിഞ്ഞിട്ടും രാജിവെക്കാൻ തയ്യാറാകാത്തതോടെ പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരിനെ പിരിച്ചുവിട്ട് ഗവർണർ. രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP യോഗം ഇന്ന്. BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഹോർമൂസിൽ സംഘർഷം തുടരുന്നു. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച് ഇറാൻ. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ സജീവമാക്കി അമേരിക്ക. ചർച്ച തുടർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. IPL-ലെ അവസാന ഓവർ ത്രില്ലറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ വീഴ്ത്തി ലക്നൗ സൂപ്പർ ജയൻസ്. ജയം 9 റൺസിന്. മിച്ചൽ മാർഷിന് സെഞ്ചുറി. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. കഴിഞ്ഞ 2-3 ദിവസമായി സംസ്ഥാനം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് കേരളം ആര്, അല്ലെങ്കിൽ കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ്. ആ മുഖ്യമന്ത്രി ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം MLA-മാരുടെ മനസ്സറിഞ്ഞ കേന്ദ്ര നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറുന്നതോടെയാണ് തീരുമാനം ഉണ്ടാവുക. അവസാനവട്ട നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ. ഒപ്പം പ്രതീക്ഷ ആരും കൈവിടുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അൻഫിൽ ഡിസൂസ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇനി ഈ അൻഫീൽഡിലേക്ക് ആദ്യം പോവാം. അതിനൊപ്പം തന്നെ നമ്മളോടൊപ്പം ജോസഫ് കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ CPM-ൽ ഉണ്ടായ ഈ അപസ്വരങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ സെക്രട്ടറി കൊടുക്കുകയാണ്. ആദ്യം അൻഫീൽഡിലേക്കാണ്. അൻഫീൽഡ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആരെ തീരുമാനിക്കും ആ ഹൈക്കമാൻഡ്, അതായത് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഇനി ആരെ തീരുമാനിക്കും എന്നാണ് അറിയേണ്ടത്. പക്ഷേ എല്ലാ ഘടകകക്ഷികളുടെ ഒപ്പം ആളുകളെ തെരുവിലേക്ക് ഇറക്കിയൊക്കെ തങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണല്ലോ നേതാക്കൾ.
അത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളം ഇനി ആര് ഭരിക്കുന്നു, കോൺഗ്രസിൽ ആരാകും മുഖ്യമന്ത്രി, ഈ 3 പേരിൽ ആരാകും മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. അതായത് ഈ ഹൈക്കമാൻഡ് നിരീക്ഷകരായി വന്ന മുകുൾ വാസ്നിക്കും ഈ അജയ് മാക്കനും നൽകിയ റിപ്പോർട്ട് അവർ ഇന്ന് രാവിലെയോടുകൂടി ഹൈക്കമാൻഡിന് നൽകും. അതിനുശേഷം മല്ലികാർജ്ജുൻ ഖർഗെ ഇതിലൊരു തീരുമാനമെടുക്കുന്നു എന്നതാണ് നടപടിക്രമം. പക്ഷേ ഇവർ നൽകിയ റിപ്പോർട്ടിൽ ആർക്കാർക്കും മുൻതൂക്കം എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഇവർ അതായത് എം എൽ എമാർ ആർക്കാണ് പിന്തുണ എന്നുള്ള ഒരു കൃത്യമായ ആ റിപ്പോർട്ടിൽ ഒരു നമ്പർ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഘടകകക്ഷികളുടെ ഒരു അഭിപ്രായം രൂപീകരിച്ചതിൽ ഒരു അഭിപ്രായ സമന്വയത്തിലെത്തിയപ്പോൾ അവർ ആർക്കാണ് മുൻതൂക്കം നൽകുന്നത്, ഒപ്പം തന്നെ MP-മാരും മറ്റു മുതിർന്ന നേതാക്കളും ആർക്കാണ് മുൻതൂക്കം നൽകുന്നത്, ഇവരുമായി സംസാരിച്ചപ്പോൾ എന്താണ് ഇവിടെ നിന്ന് ലഭ്യമായത്, അതായത് പൂർണ്ണമായും ഒരു അഭിപ്രായ സർവേ, ആ അഭിപ്രായ സർവേ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നതോടുകൂടി ഹൈക്കമാൻഡിൽ ഏറെക്കുറെ ഒരു ധാരണയിലെത്തുന്നു. അതിനുശേഷം ഈ മുതിർന്ന നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സായി നിൽക്കുന്ന 3 പേരും KC വേണുഗോപാലും VD സതീശൻ, രമേശ് ചെന്നിത്തല ഇവരും ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനാണ് ഇവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയിരുന്നു. അതിനുശേഷം അവിടെ ചർച്ചയുണ്ടാകും. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് സംസ്ഥാനത്തെ ഈ 3 പേരും, കാരണം അവസാന ഘട്ടത്തിലെ തന്ത്രങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും ഒക്കെ അവർ ശക്തമായി നിൽക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ MLA-മാരുടെ പിന്തുണ KCക്കാണെങ്കിൽ മറ്റ് എല്ലാ രാഷ്ട്രീയ ഘടകങ്ങളും അനുകൂലമായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന് തന്നെയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന രീതിയിൽ ഒരു പൊതുവികാരമുണ്ട് എന്നാണ് ഘടകകക്ഷികളിൽ നിന്ന് സതീശന്റെ പേരെടുത്തു പറഞ്ഞാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ നിരീക്ഷകരുടെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് പേരെടുത്തു പറഞ്ഞ സതീശന് പിന്തുണ നൽകുന്നു. മറ്റു ഘടകകക്ഷികളും ഏറെക്കുറെ സതീശനിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഒരു പൊതുവികാരമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മറ്റു ജില്ലകളിൽ കണ്ണൂരിലും എറണാകുളത്തും ഒപ്പം തന്നെ ഇരിങ്ങാലക്കുടയിലും ഒക്കെ നമ്മൾ കാണുന്നത് VD സതീശന് വേണ്ടി പ്രകടനം വരുന്നത്. ഇതൊരു സൂചന മാത്രമാണ് എന്നൊരു സന്ദേശവും നൽകുന്നുണ്ട്. അതായത് ഏതെങ്കിലും രീതിയിൽ VD സതീശനെ ഒഴിവാക്കുകയാണെങ്കിൽ സതീശൻ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വരികയും ചെയ്യും. അതോടുകൂടി ഒരു കലാപമായി ഇവിടെ മാറുന്നു, തെരുവിലേക്ക് പ്രക്ഷോഭം മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന സൂചന അത് ഈ ഘടകകക്ഷികൾ പോലും സംസാരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പിൻബലം പൂർണ്ണമായും VD സതീശന് അനുകൂലമാകുമെന്നാണ് സതീശൻ അനുകൂല വിഭാഗം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയൊരു സമ്മർദ്ദമാണ്. ഏതെങ്കിലും രീതിയിൽ VD സതീശനെ ഒഴിവാക്കുന്ന രീതിയിൽ KCയിലേക്കൊക്കെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ കരുതുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. വലിയൊരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നു. ഒപ്പം ഈ ഘടകകക്ഷികളും ഒപ്പം മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡുമായി പങ്കുവെക്കുന്നത് KCയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ 102-ന്റെ തിളക്കമൊക്കെ തന്നെയും ആ ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടിയായാൽ വലിയ രീതിയിലായിരിക്കും അത് രാഷ്ട്രീയമായി തന്നെ UDFന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേരിടേണ്ടി വരുന്നത്. അതൊക്കെ മുൻകൂട്ടി കാണണമെന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അവസാന വട്ടം KCയെ ഒഴിവാക്കി VD സതീശനിലേക്ക്, അതായത് MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് ഉണ്ടെങ്കിൽ പോലും മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെയും VD സതീശന് അനുകൂലമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോഴും രമേശ് ചെന്നിത്തല ഒട്ടും പിന്നിലല്ല. രമേശ് ചെന്നിത്തലയും അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഒപ്പം തന്നെയുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു 2 ദിവസം ഞായറാഴ്ച പ്രഖ്യാപനം വരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നാളെ ശനിയാഴ്ചയോടുകൂടി ഏറെക്കുറെ ഈ വിഷയത്തിൽ തീരുമാനമാകാൻ തന്നെയാണ് സാധ്യത. നിലവിലൊരു കലഹത്തിലേക്കോ പ്രക്ഷോഭത്തിലേക്കോ തെരുവിലിറങ്ങിയുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കോ പോകാൻ ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡും ഇവിടെ ഘടകകക്ഷികളും ഒന്നും തന്നെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകാൻ പാടില്ല എന്ന് സർവ്വശക്തിയും എടുത്തവർ തീരുമാനം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെയോടുകൂടി തീരുമാനമാവുകയും ഞായറാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ VD സതീശനിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം ജോസഫ് കൂടി ചേരുന്നുണ്ട്. ജോസഫ്, കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ സജീവമായി നടക്കുമ്പോൾ VD പക്ഷത്തിലെ നേതാക്കൾ ഒരു പിന്തുണ ഉറപ്പാക്കാൻ അണികളെ തെരുവിലിറക്കുന്ന സാഹചര്യം. KC ഒരു കണക്കിൽ MLA-മാരെ ഒപ്പം നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ പിന്തുണ KCക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഇടയ്ക്കൊക്കെ സാംസ്കാരിക നായകരുടെ അടക്കം പിന്തുണ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ പണിയെടുത്തവൻ മാത്രം കൂലി മേടിച്ചാൽ മതി എന്നാണ് VD അനുകൂലികളുടെ അവകാശവാദം. അതാണ് ഇന്നലെ കണ്ണൂരിൽ കണ്ടത്.
അഖില, തീർച്ചയായും ഇന്നലെ VD അനുകൂലികൾ പരസ്യമായി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കേരളത്തിൽ നോക്കുകൂലിയില്ല, പണിയെടുത്തവൻ മാത്രം കൂലി മേടിച്ചാൽ മതി എന്നാണ് ഈ അണികൾ, അതായത് VD സതീശിനെ അനുകൂലിക്കുന്നവർ പ്രധാനമായും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ KC വേണുഗോപാൽ 5 നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കുമ്പോൾ VD സതീശൻ അണികളെ ഇറക്കി സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ്. ഇന്ന് KC വേണുഗോപാലിന്റെ നാടായ ഈ പിലാത്തറയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പഴയങ്ങാടിയിൽ ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്താനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു മുന്നോടിയായി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. എന്തായാലും ശക്തമായ രീതിയിൽ ഇരുഭാഗവും അവരുടെ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. KC വേണുഗോപാൽ ആകട്ടെ ഈ സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ തേടാൻ ഇപ്പോൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ ഉറപ്പിച്ചാൽ ഒരുപക്ഷെ ഇനി അടുത്തൊരു ഘട്ടം പിന്നിടാമെന്നുള്ളൊരു പൂർണ്ണമായ ഒരു ചിന്തയാണ് KC വേണുഗോപാലിനുള്ളത്. ഇതിനോടകം തന്നെ കണ്ണൂർ ജില്ലയിലെ ഏകദേശം മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കാൻ KC വേണുഗോപാലിനായിട്ടുണ്ട്. അതിനുശേഷമാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ തേടാനുള്ള നീക്കം ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ളത്. പക്ഷേ സതീശനായി അണികൾ മാത്രമാണ് രംഗത്തുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ പരസ്യമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇന്നും സമാനമായ വിവിധ പരിപാടികൾ ഈ പഴയങ്ങാടിയിലും മറ്റും ഇത്തരത്തിൽ സതീശപക്ഷം ഉയർത്തിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള വിഭാഗീയതകൾക്ക് കൂടി കാരണമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേതാക്കൾ ഒരു തട്ടിൽ, അണികൾ മറ്റൊരു തട്ടിലേക്ക് കണ്ണൂർ കോൺഗ്രസിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മുൻപൊക്കെ കെ സുധാകരൻ KCക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചുവെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് KC പോലും ഇത്തരത്തിൽ കെ സുധാകരൻ പോലും നിലപാട് മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. KCക്ക് നിരുപാധികമായ പിന്തുണയാണ് ഇത്തരത്തിൽ കെ സുധാകരൻ പോലും അർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. KC പക്ഷം കണ്ണൂരിൽ വലിയ രീതിയിൽ പിടിമുറുക്കുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം VD സതീശനായി അണികൾ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ KPCC പ്രസിഡന്റിന്റെ ഹൃദയഭൂമിയായ ഇരിട്ടിയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. മാത്രമല്ല ലീഗ് പ്രവർത്തകരും വലിയ രീതിയിൽ ഇതിന് പിന്തുണ അർപ്പിച്ച് പരസ്യമായും രഹസ്യമായും തന്നെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധയിടങ്ങളിൽ ലീഗ് പ്രവർത്തകരാണ് VD സതീശനായി ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മാത്യു കുഴൽനാടനെതിരെ ഇരിക്കൂറിൽ ഇന്നലെ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കുഴൽനാടൻ നിന്റെ കുഴലൂത്ത് കോൺഗ്രസിനോട് വേണ്ട എന്നുള്ള കാര്യമാണ്, ലീഗിനോട് വേണ്ട എന്നുള്ള കാര്യമാണ് പ്രധാനമായും ആ ബാനറിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഉയർത്തിക്കാട്ടിയത്. എന്തായാലും വലിയ രീതിയിലേക്കുള്ള വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിനായി KC വേണുഗോപാൽ സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ കൂടി ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതേസമയം VD സതീശ പക്ഷം ഇത്തരത്തിൽ തെരുവോരങ്ങളെ കൂടുതൽ വാശിയുള്ള ചർച്ചകളുടെ വേദികളാക്കി മാറ്റുകയും ഇത്തരത്തിൽ ഈ മെറിറ്റ്, അതായത് മുഖ്യമന്ത്രി പദം ലഭിക്കാനുള്ള ശരി ജോസഫ്, ഏതായാലും ഒരു വിഭാഗീയതയുടെ സ്വരം കൂടി കോൺഗ്രസിൽ ഉയരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നാണ് അത് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. ഇനി ജിഷ്ണുവിലേക്കാണ്. ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുക. ജിഷ്ണു, കേന്ദ്ര നിരീക്ഷകർ ഇന്ന് തിരിച്ചെത്തി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആര്, അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ ആർക്ക് എന്നുള്ള ആ റിപ്പോർട്ട്. ഇനി മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമാണ് നിർണായക തീരുമാനം എടുക്കേണ്ടത്. ഒപ്പം ഈ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ടല്ലോ. അതിനാൽ നിലവിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല നിയമസഭാ കക്ഷി യോഗം ഹൈക്കമാൻഡിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് അടുത്ത മണിക്കൂറുകളിൽ നിർണായകമായിട്ടുള്ള ചർച്ച നടത്തും. നിലവിൽ കേരളത്തിലെത്തി MLA-മാരുടെയും ഒപ്പം ഘടകകക്ഷികളുടെയും അഭിപ്രായം അറിഞ്ഞിട്ടുള്ള കേന്ദ്ര നിരീക്ഷകർ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്നലെ രാത്രി ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ഒപ്പം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ നിലവിലെ ഈ MLA-മാരുടെ അഭിപ്രായവും ഘടകകക്ഷികളുടെ അഭിപ്രായവും ഉൾപ്പെടെ ധരിപ്പിക്കും. തുടർന്നുള്ള ചർച്ചകളിലൂടെയായിരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. കേരളത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിലും മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ചയിൽ കോൺഗ്രസിന് അടിപതർന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 3 നേതാക്കളും, അതായത് നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അത്രയധികം വലിയ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസിലെ പ്രവർത്തകർക്കുള്ളിലും ഒപ്പം ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാകെയും വലിയ പ്രശ്നങ്ങൾ
സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. KC വേണുഗോപാൽ യാതൊരു തരത്തിലും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് ഏറ്റവും ഒടുവിലും അറിയിച്ചിട്ടുള്ളത്. MLA-മാരുടെ കൂടുതൽ പിന്തുണ, 50-നടുത്ത് MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന കടുത്ത നിലപാടാണ് KC വേണുഗോപാൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഘടകകക്ഷികൾ ഉൾപ്പെടെ നിലവിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ നിർണായകമായിരിക്കും. അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുലും ഒപ്പം സോണിയാഗാന്ധിയും ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നായിരിക്കും സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് കരുതുന്നു. ഒപ്പം ആ ചർച്ചകൾക്ക് വേണ്ടി കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഉടൻ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം പരിശോധിച്ചുള്ള ഒരു ചർച്ചയിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. അഖില. ശരി ജിഷ്ണു, ഇനി കിരൺ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് VD സതീശന്റെ തട്ടകമായാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കാനാണ് UDF പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. പറവൂരിൽ നിന്ന് പ്രകടന ജാഥ അടക്കം നടത്താനാണ് തീരുമാനം. പടവെട്ടിയവൻ ഭരിക്കട്ടെ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരിക്കും പറവൂരിൽ നിന്ന് VD സതീശനു വേണ്ടി പ്രവർത്തകർ തെരുവിലിറങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. കിരൺ, VD സതീശൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലീൻ സ്വീപ്പായി 4 ജില്ലകൾ എടുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് എറണാകുളം. അങ്ങനെ കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിച്ച നേതാവ് തന്നെ വരണം എന്നുള്ള ആവശ്യമാണ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകടന ജാഥയൊക്കെ എത്തുമ്പോൾ വിഭാഗീയത കൂടി പുറത്തു വരികയല്ലേ? അഖില, നേരത്തെ തന്നെ VD സതീശനായിട്ട് ഫ്ലെക്സ് യുദ്ധങ്ങൾ ആരംഭിച്ചിരുന്നത് എറണാകുളത്ത് നിന്നായിരുന്നു. ആദ്യം എറണാകുളത്തെ DCC പ്രസിഡന്റ് തന്നെ ഫേസ്ബുക്കിൽ എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചിരുന്നെങ്കിലും ഇതിനെ തുടർന്ന് വലിയ ചർച്ചകളൊക്കെ എറണാകുളം ജില്ലയിൽ ആരംഭിച്ചിരുന്നതാണ്. DCC ഓഫീസിന് മുന്നിൽ തന്നെ VD സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സുകൾ വെക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രവർത്തകരാരും പരസ്യമായിട്ട് രംഗത്തിറങ്ങി ഈ ഒരു ആവശ്യം ഉന്നയിക്കാനായിട്ട് ഇതുവരെ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നലെ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ചയായിരുന്നു. പരസ്യമായി തന്നെ പ്രവർത്തകർ ഇറങ്ങുകയും പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ കളമശ്ശേരിയിൽ പ്രകടനം നടന്നിരുന്നു. ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആലുവയിലും പറവൂരിലടക്കം പ്രകടനം നടത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പരസ്യമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഇവർ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം പടവെട്ടിയവൻ തന്നെ ഭരിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഗ്രൂപ്പുകളില്ലാത്തത് കൊണ്ട് തന്നെ MLA-മാരുടെ ചില പിന്തുണയില്ല. എന്നാൽ പോലും ഈ കോൺഗ്രസിനെ അതിൻ്റെ ഒരു മോശം അവസ്ഥയിൽ നിന്ന് ഭരണത്തിലേക്ക് എത്തിച്ചത് അത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ ഭരിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇന്ന് 5:30-ക്കാണ് പറവൂരിൽ പ്രകടനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ആലുവയിലും പ്രകടനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതവണ പ്രവർത്തകരൊക്കെ രംഗത്തെത്തിയിരുന്നതാണ്. ഏതായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു മുന്നേറ്റമാണ് UDF നടത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രവർത്തകരും വലിയ ആവേശത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് പ്രധാനമായിട്ടും ഈ പ്രവർത്തകർ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെത്തിയ VD സതീശൻ ചില MLA-മാരുമായി തന്നെ കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു. VD സതീശൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് എറണാകുളം MLA TJ വിനോദ്, ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള ജയിക്കബ് അടക്കമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ദീപക് ജോയി അടക്കമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ രീതിയിൽ തന്നെ MLA-മാരുടെ പിന്തുണ അത് കൃത്യമായിട്ട് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു രീതി അല്ലെങ്കിൽ ആ ഒരു നീക്കം VD സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 14 MLA-മാരുടെയും പിന്തുണ തനിക്കായിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം തന്നെ എറണാകുളം ജില്ലയിൽ സംബന്ധിച്ചുള്ള ഒരു ഭാഗത്തു നിന്ന് VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു ആവശ്യം അത് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ശരി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? VD സതീശനോ KC വേണുഗോപാലോ അതോ രമേശ് ചെന്നിത്തലയോ? ചോദ്യം അങ്ങനെ ആളുകളുടെ മനസ്സിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം വീണ്ടും അത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഒരുപക്ഷെ നാളെ വൈകുന്നേരത്തോടു കൂടി ആ നിർണായക തീരുമാനം അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ആ തീരുമാനം എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനിടയിൽ ചർച്ചകൾ, അണിയറ നീക്കങ്ങൾ ഒക്കെ സജീവമായി തുടരുകയാണ്. മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യങ്ങൾക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവ് ആരാകും.
അതിലുള്ള ആ ആകാംക്ഷയും മാറുന്നില്ല എന്നുള്ളതാണ്. CPM അക്കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം എടുക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം നടത്തണം എന്നുള്ളതാണ് CPM നിലവിൽ ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPMലെ താഴെത്തട്ടിലുണ്ടാകുന്ന പരസ്യ പ്രതിഷേധങ്ങൾക്ക് തടയിടാനുള്ള ഒരു തീരുമാനം കൂടി നേതൃത്വം എടുത്തിട്ടുണ്ട്. അണികൾക്കിടയിലെ അമർഷം കലാപമാകുന്നതിന് മുമ്പ് തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കാനാണ് CPM തയ്യാറാകുന്നത്. പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും എടുത്തിട്ടുണ്ട്. അൻഫ്രിഡ് ഡിസൂസ, അതോടൊപ്പം ജോസഫ് എന്നിവരാണ് വിശദാംശങ്ങൾ നൽകുക. ആദ്യം അൻഫ്രിഡിലേക്ക്. അൻഫ്രിഡ് സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ തന്നെയാണോ അതോ ഇനി മറ്റൊരു പേരിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതിലുള്ളൊരു ആകാംക്ഷയുണ്ട്. ഇതോടൊപ്പം തന്നെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വലിയ വിമർശനം നേതൃത്വത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു വിമർശനമൊക്കെ പഠിക്കേണ്ട ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ട്. ഇനി പല കാര്യങ്ങളിൽ തെറ്റുതിരുത്തൽ വരുത്തണം. മുഖ്യമന്ത്രി ഇന്നലെ ഒരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട്. തെറ്റുകൾ തിരുത്താനുണ്ട്, ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യം കൂടി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും അഖില, അതായത് മുഖ്യമന്ത്രി ആരാകുമെന്ന് കോൺഗ്രസിലെ തർക്കങ്ങളും ആകാംക്ഷയും നിൽക്കുന്നത് അതേ ആകാംക്ഷ തന്നെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് ആരാകും, CPM ആരാകും പ്രതിപക്ഷ നേതാവായി തീരുമാനിക്കുക, പ്രഖ്യാപിക്കുക, അതെന്നുണ്ടാകും പ്രഖ്യാപനം, ഇക്കാര്യങ്ങളിൽ ആകാംക്ഷ മറുഭാഗത്ത് പ്രതിപക്ഷ നിരയെ നോക്കിയും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ഒരു മുന്നണിയെ നയിക്കുന്ന ആരാണോ ആ മുന്നണി ഭരണത്തിലേറിയാലും പ്രതിപക്ഷത്തായാലും ആ നേതാവ് തന്നെയായിരിക്കണം സ്വാഭാവികമായും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ്. ഇത് ഇടതുമുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് പിണറായി വിജയൻ തന്നെയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷത്താകുമ്പോൾ പിണറായി വിജയനിലേക്ക് തന്നെയാകും ആദ്യമായി എല്ലാ കണ്ണുകളും വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പിണറായി ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വരുന്നത് ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഇത്രയേറെ, അതായത് ഏറ്റവും കനത്ത പരാജയം അതിന്റെ ഈ സമീപകാലത്തുണ്ടായ CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി നേരിട്ടൊരു സാഹചര്യത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ തയ്യാറാകുമോ, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിനേറ്റ ആ അതായത് ഭയന്ന് വിറച്ച് അദ്ദേഹം ജയിച്ചു ആ ഒരു സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഉള്ളിലുണ്ടായിരിക്കുന്ന ഉൾപ്പാട്ടി രാഷ്ട്രീയം, നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യവും അതൊരു പ്രതിഷേധം പരസ്യമാകുന്ന രീതിയിലേക്ക് ഒരു കലാപത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നേതൃത്വമാണ് ഈ പരാജയത്തിന് യഥാർത്ഥ കാരണക്കാർ എന്ന രീതിയിൽ അണികൾക്കിടയിൽ നിന്ന് തന്നെ വികാരം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വരുമോ എന്നൊരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു സംശയം, ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ പൂർണ്ണമായും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോൾ പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചേർന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മാറി നിൽക്കാമെന്നോ ഇനി എങ്ങനെയാണ് എന്ന രീതിയിലൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ താൻ ഇനി മാറി നിൽക്കുന്നു, മറ്റൊരാൾ വരട്ടെ എന്ന രീതിയിൽ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കമോ ചർച്ചയോ ഉണ്ടായിട്ടില്ല. നിലവിൽ ആര് പ്രതിപക്ഷ നേതാവാകണമെന്ന തീരുമാനവും പൂർണ്ണമായും പിണറായി വിജയൻ്റേത് മാത്രമായി മാറുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തെ നയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ CPIക്കുള്ളിൽ ചെറിയ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അവരൊന്നും തന്നെ അതൊരു പരസ്യമാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേണ്ട എന്നൊരു നിലപാടും ഇടതുമുന്നണി യോഗത്തിൽ അവർ എടുക്കാനും സാധ്യതയില്ല. കാരണം ബിനോയ് വിശ്വം പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞു, അത് CPMന്റെ പൂർണ്ണമായി അവരാണ് തീരുമാനിക്കുന്നതെന്ന്. അപ്പോൾ നിലവിൽ പിണറായി വിജയൻ താൻ പ്രതിപക്ഷ നേതാവാകുന്നില്ല എന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് ആ പദവിയിലേക്ക് നേതാക്കളാരും കൊണ്ടുവരികയില്ല. അതാണ് നിലവിൽ CPMലുള്ള നിലവിലെ സാഹചര്യം. ഇപ്പോൾ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ തീരുമാനമെടുത്ത് മാറി നിൽക്കുകയാണെങ്കിൽ മാത്രമേ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് പാർട്ടി ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് സീനിയോറിറ്റി പ്രകാരം KN ബാലഗോപാലിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് പേരുകൾക്കപ്പുറത്തേക്ക് മറ്റൊന്നില്ല. പക്ഷേ ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനിൽ നിന്ന് മറ്റൊരു തീരുമാനം ഉണ്ടാകാത്തിടത്തോളം കാലം അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് സാധ്യത, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറാൻ തന്നെയാണ് സാധ്യത. അതേസമയം പാർട്ടിക്കുള്ളിൽ ഉയരുന്ന നേതൃത്വത്തിനെതിരെ ഉയരുന്ന ഒരു വലിയൊരു പടയൊരുക്കം തന്നെയുണ്ട്. അത് കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്നു, അത് മറ്റു ജില്ലകളിലേക്ക് കേരളം മുഴുവൻ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി ആ രോഷവും അമർഷവും ഒക്കെ തന്നെ ഏറെക്കുറെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് വലിയൊരു പടപ്പുറപ്പായി അല്ലെങ്കിൽ ഒരു കലാപമായി മാറുന്നതിന് മുൻപ് തിരുത്തൽ നടപടികളിലേക്ക് കടക്കാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താക്കുറിപ്പിലൂടെ
സഖാക്കളുടെ അദ്ദേഹം ഇറക്കുന്നത്. അതായത് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവിയെ ഏറ്റെടുക്കുന്നു, ജനവിധിയെ മാനിക്കുന്നു, അതേസമയം ഒരു ഏറ്റവും നല്ല പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഈ തെറ്റുതിരുത്തി മുന്നോട്ട് പോകുന്നു. എല്ലാ സഖാക്കളുടെയും വികാരവും അഭിപ്രായവുമൊക്കെ അതേ ഗൗരവത്തോടെ മാനിച്ചു തന്നെ കണക്കിലെടുത്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പോലും ഈ തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി എത്രയും വേഗം കടക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. കാരണം കൃത്യമായി തന്നെ അറിയാം, ഉൾപാർട്ടി രാഷ്ട്രീയം ഇങ്ങനെ ഒരു കലഹമായി ആർത്തിരമ്പുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ അത് നേതൃത്വത്തിനെതിരെയാണ് താഴെത്തട്ടിൽ നിന്ന് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ കേന്ദ്രീകരിച്ച് ഈ രീതിയിലൊരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് പോകുമെന്ന് കൃത്യമായി തന്നെ അറിയാം. പാർട്ടി ഏതെങ്കിലും രീതിയിൽ പാർട്ടി ദുർബലപ്പെടുന്ന രീതിയിലുള്ള നീക്കങ്ങൾ കടക്കുന്നതിന് മുമ്പേ അത് തടയിടുമ്പോൾ പാർട്ടിക്ക് അണികൾക്ക് വിധേയമായ അണികൾ എന്താണോ പറയുന്നത് അവരെ മുഴുവനും കേട്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് വളരെ ക്രിയാത്മകമായി കടക്കാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അത് എത്രയും വേഗം ഒട്ടും അമാന്തിക്കാതെ അതിലേക്ക് കടക്കുക. ഇനി ഒരു ഇടതുമുന്നണി യോഗവും സംസ്ഥാന സമിതി ഉടനെ ചേരണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുന്നണി യോഗം വേഗത്തിൽ ചേർന്ന് ഘടകകക്ഷികൾക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ശരി. അൻഫ്രിഡ് ജോസഫിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കണ്ണൂരിലെ തോൽവിയിൽ നേതാക്കൾക്കെതിരായ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ശക്തമായ താക്കീത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുക്കുകയാണ്. നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഇങ്ങനെ ഫ്ലക്സുകളൊക്കെ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഒരു നിർദ്ദേശം വെക്കുന്നത്. കണ്ണൂർ ഘടകം മുന്നോട്ട് വെക്കുന്നത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണം എന്നുള്ളതാണ്. അതായത് പരസ്യമായൊരു പ്രതികരണത്തിലേക്ക് ഒന്നും വരേണ്ട കാര്യമില്ല. ഏതായാലും തോൽവി അംഗീകരിക്കുന്നു, പക്ഷേ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന നേതാക്കളും ഒക്കെ ചേർന്ന് എടുക്കും. അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ തെരുവിലേക്ക് എത്തിക്കേണ്ട എന്നുള്ള ഒരു നിലപാടാണല്ലോ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരിലാണ് ഈ വിഭാഗീയതയുടെ സ്വരങ്ങളൊക്കെ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത്. അഖില, തീർച്ചയായും മൻഫ്ലിറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ CPM-ൽ കലാപക്കൊടി ഉയർന്നതാണ്. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയേറ്റപ്പോഴും ഇത്തരത്തിൽ കലാപക്കൊടി ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ണൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. P. ജയരാജൻ തിരിച്ചു വരണം എന്നൊരു ആവശ്യമാണ് അണികൾ പ്രധാനമായും ഉയർത്തുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയും KK രാഗേഷിനുമെതിരെയാണ് അണികൾ പരസ്യമായി തന്നെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം P. ജയരാജനെ ഉടൻ തന്നെ ഈ സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കണമെന്നൊരാവശ്യം കൂടി കണ്ണൂരിലെ അണികൾ പ്രധാനമായും ഉയർത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിൽ ഒരു വിമത സ്വരം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പാർട്ടി വിട്ട നേതാക്കളുണ്ട്, പാർട്ടി വിടാൻ ആഗ്രഹിച്ച നേതാക്കളുണ്ട്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാക്കളുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നൊരു സഖ്യമാക്കാനുള്ളൊരു സാധ്യതയാണ് വരും ദിവസങ്ങളിൽ തന്നെ കാണുന്നത്. ഇതിനെ ചെറുക്കുക എന്നൊരു ലക്ഷ്യം കൂടി CPM-നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ തെറ്റിദ്ധരുത്തൽ നടപടികൾ എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ P. ജയരാജന് വേണ്ടി വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ ഉയർന്നൊരു സാഹചര്യമുണ്ട്. അത്തരം പോസ്റ്ററുകൾ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് പ്രധാനമായും പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അണികളെ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും കൂടി പ്രധാനമായും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെ തെറ്റുകളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാമെന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നുള്ളതൊരു ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വീണ്ടും എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം 16 വർഷക്കാലം പാർട്ടിയെ സമുന്നതനായി നയിച്ച ഒരു നേതാവ്, മികച്ച പാർട്ടി സെക്രട്ടറി എന്ന് അറിയപ്പെട്ട ഒരാള്, മികച്ച മുഖ്യമന്ത്രി എന്ന് അറിയപ്പെട്ട ഒരാള്, അങ്ങനെ നല്ലൊരു പ്രതിപക്ഷ നേതാവാണ് എന്നുകൂടി തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്നടക്കം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും സ്വീകാര്യനല്ലായിരുന്നു പൊതുജനങ്ങളുടെ ഇടയിൽ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്വീകാര്യനായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചത്. അത്തരമൊരു മാറ്റം ഈ ഒരു വിഷയത്തിലും ഉണ്ടാകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ തന്നെ എത്രയും വേഗം അദ്ദേഹത്തിന് മികച്ച പ്രതിപക്ഷ നേതാവ് എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പാർട്ടി നേതൃത്വം പങ്കുവയ്ക്കുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അണികൾക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് MV ഗോവിന്ദൻ മാസ്റ്ററും KK രാഗേഷുമാണ്. അതിനപ്പുറത്തേക്ക് പിണറായിയോട് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യമോ വിദ്വേഷമോ ഒന്നും പാർട്ടി അണികൾക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ശൈലികളോട് ഈ അണികൾ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ, അദ്ദേഹത്തിന്റെ ശൈലികളോട് അണികൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. അതിനെ അവർ അംഗീകരിച്ചു കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ പിണറായിയെ മാറ്റണമെന്നൊരു ആവശ്യം അവർ പ്രധാനമായും ഉന്നയിക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധാവഹമായിട്ടുള്ള കാര്യം. അങ്ങനെ കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പിണറായി വിജയന് പിന്തുണ അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ
ശരി, ജോസഫും അൻഫിലിറ്റുമാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നുള്ളത് ചോദ്യം ഉയരുന്നുണ്ട്. പിണറായി വിജയന്റെ പേര് തന്നെയാണ് കൂടുതലായി പരാമർശിക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യമടക്കം കണക്കിലെടുത്ത് ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ചർച്ചകളാണ്. അതോടൊപ്പം തന്നെ അണികൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നേതൃത്വം. പരസ്യമായുള്ള പ്രസ്താവനകളും ഉയരുന്ന ഫ്ലക്സുകളും ഒന്നും വേണ്ട എന്നുള്ളതാണ്. ഇനി ബംഗാളിലേക്ക് പോയാൽ പുതിയ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും. മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതിരുന്നതോടെ നിലവിലെ മന്ത്രിസഭ ഗവർണർ പിരിച്ചുവിട്ടിരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണർ RN രവി വിജ്ഞാപനം പുറത്തിറക്കി. തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടിട്ടും മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാതെ ഇരുന്നതോടെയാണ് ഗവർണറുടെ നടപടി. പൊതുവായ അറിവിലേക്കായി എന്ന് രേഖപ്പെടുത്തിയ വിജ്ഞാപനത്തിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 174 പ്രകാരം നൽകിയ അധികാരം വിനിയോഗിച്ച് പശ്ചിമബംഗാൾ നിയമസഭ ഇതിനാൽ പിരിച്ചുവിടുന്നു എന്നാണ് വ്യക്തമാക്കിയത്. തോൽവി സമ്മതിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് മമത രാജിവെക്കാൻ തയ്യാറാകാതെ ഇരുന്നതോടെയാണ് ഗവർണർ ഇടപെട്ട് നിയമസഭ പിരിച്ചുവിട്ടത്. BJPയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ മെയ് 9 സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. നിലവിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കൊൽക്കത്തയിൽ ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒഡീഷ മുഖ്യമന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാൽ കേരളത്തിലുണ്ടാകുന്ന അതേ ആകാംക്ഷ തന്നെയാണ് തമിഴ്നാട്ടിലും. വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഇന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനം ആകുമെന്നാണ് മനസ്സിലാക്കുന്നത്. DMK AIADMK സഖ്യ സർക്കാർ എന്നുള്ള ഒരു ചർച്ചയും ഇപ്പോൾ സജീവമായി നടക്കുകയാണ്. ഇടതു പാർട്ടികളുടെയും VCKയുടെയും യോഗമൊക്കെ ഇന്ന് ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ അവരെടുക്കുന്ന തീരുമാനമാണ് നിർണായകമായി എത്തേണ്ടത്. അതേസമയം സുപ്രധാന നിർദ്ദേശങ്ങളുമായി MK സ്റ്റാലിൻ രംഗത്തെത്തിയിട്ടുണ്ട്. ക്രിയാത്മക പ്രതിപക്ഷമാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും തന്റെ തീരുമാനം MLA-മാർ അംഗീകരിക്കണമെന്നുമാണ് സ്റ്റാലിൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ സ്റ്റാലിൻ കൃത്യമായ നിലപാടെടുത്തതാണ്. TVK മന്ത്രിസഭ രൂപീകരിക്കട്ടെ, 6 മാസം കാത്തിരിക്കാൻ തയ്യാറാണ്, ഉടൻ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് സ്റ്റാലിൻ പറയുന്നതും കണ്ടതാണ്. അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ പാർട്ടിയുടെ താല്പര്യം മാത്രമാകും താൻ നോക്കുക എന്നുകൂടി സ്റ്റാലിൻ പറയുകയാണ്. ഏതു തീരുമാനമെടുത്താലും അത് അംഗീകരിക്കണം എന്നുള്ളത് അണികളോട് സ്റ്റാലിൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. DMK MLA-മാരുടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് സ്റ്റാലിൻ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത്. ഏതായാലും വിജയ്ക്ക് 108 സീറ്റുകൾ മത്സരിച്ച് വിജയിച്ചപ്പോൾ തന്നെ കിട്ടി. കോൺഗ്രസിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 5 സീറ്റുകൾ അങ്ങനെയുമുണ്ട്. ഇനിയുള്ള 5 എണ്ണം കൂടി ഉറപ്പാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഒരുപക്ഷെ CPM-ഉം CPI-യും VCKയും വിജയ്ക്കൊപ്പം ചേരുകയാണെങ്കിൽ 119 സീറ്റുകളുമായി വിജയ്ക്ക് തമിഴ്നാട് ഭരിക്കാം. ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ചർച്ചകൾ കഴിഞ്ഞ ദിവസം തന്നെ സജീവമായി നടന്നതാണ്. ഹോർമൂസിലെ സംഘർഷം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുടരുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക സജീവമാക്കിയിട്ടുണ്ട്. 14 ഇനങ്ങൾ അടങ്ങിയ ആ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ആ ഒറ്റ പേജ് ഉടമ്പടി ധാരണയിലെത്തുകയാണെങ്കിൽ ഒരുപക്ഷേ പശ്ചിമേഷ്യയിൽ സമാധാനം തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അതിൽ ഒപ്പുവയ്ക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ ഭരണകൂടം നേരത്തെ അവകാശപ്പെട്ടതിനേക്കാൾ ഗുരുതരമാണ് എന്നുള്ള ഒരു കാര്യം വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയത് മുതൽ 15 US സൈനിക സൈറ്റുകളിലായി കുറഞ്ഞത് 228 നിർമ്മിതികളും ഉപകരണങ്ങളും തകരുകയോ കേടുപാട് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പറയുന്നത്. ഹാങ്ങറുകൾ, ബാരക്കുകൾ, ഇന്ധന ഡിപ്പോകൾ, വിമാനങ്ങൾ, നിർണായക റഡാർ വാർത്താവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് നേരത്തെ ഇറാൻ ആക്രമണം നടത്തിയത്. വലിയ നാശനഷ്ടം അമേരിക്കയ്ക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബഹ്റിനിലെയും കുവൈറ്റിലെയും പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ അന്വേഷണത്തിൽ പറയുന്നുണ്ട്. ഇടുക്കി പീരുമേട് പ്ലാക്കത്തടം ആദിവാസി ഉന്നതിയിൽ കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കാനും വിപണനം ചെയ്യാനുമാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചത്. പക്ഷേ ആ കെട്ടിടം ഇപ്പോൾ കാട് കയറി നശിക്കുകയാണ്. കാർഷികോൽപ്പന്നങ്ങൾ കിലോമീറ്ററോളം ദൂരം തലച്ചുമടായി കൊണ്ടുപോയി വിൽക്കേണ്ട അവസ്ഥയിലാണ് പാവപ്പെട്ട കർഷകർ.
2022 പീരുമേട് പ്ലാക്കത്തടം ആദിവാസി ഉന്നതിയിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സെന്ററിനായി കെട്ടിടം നിർമ്മിച്ചത് 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. പ്ലാക്കത്തടം ഉന്നതിയിലെ ആദിവാസി കർഷകരുടെ കാർഷിക വിളകൾ ഇവിടെ സംഭരിച്ച് വിപണനം ചെയ്യുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 4 വർഷം മുമ്പ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ ഇതുവരെയും കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയില്ല. ഇപ്പോൾ കെട്ടിടം കാടുകയറി നശിക്കുകയാണ്. കറണ്ടിൻ്റെ സപ്ലൈ മാത്രം കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാം പണി തീർന്നതാണ്. ഇപ്പോൾ നാളിതുവരെയായിട്ടും അതിനെക്കുറിച്ചൊരു തീരുമാനങ്ങളോ ഒരു പ്രവർത്തനമോ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല ഇതുവരെയായിട്ടും. അതെന്താ കാരണം എന്ന് നമ്മൾ ബ്ലോക്കിൽ നിന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് നാളെ ആകും, നാളെ കഴിഞ്ഞാൽ അടുത്ത വർഷമാകും, ഇതൊക്കെ പറയുന്നുള്ളതല്ലാതെ യാതൊരുവിധ നടപടിയില്ല. പ്ലാക്കത്തടം ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് കൃഷി മാത്രമാണ് ഉപജീവന മാർഗം. തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ കിലോമീറ്ററുകൾ തലച്ചുമടായി കൊണ്ടുപോയി വണ്ടിപ്പെരിയാറിലോ പീരുമേട്ടിലോ എത്തിച്ച് വിൽക്കേണ്ട അവസ്ഥയിലാണിവർ. ആദിവാസി ഉന്നതിയിലേക്ക് വാഹനമെത്തണമെങ്കിൽ ഭീമമായ കൂലി കൊടുക്കണം. ഇതിനെല്ലാം പരിഹാരമായി നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രമാണ് കാടുകയറി നശിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായി നിർമ്മിച്ച പുതിയ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനത്തിന് മുമ്പേ ചോർന്നൊലിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിൽ ആദ്യ മഴയിൽ തന്നെ ചോർച്ചയുണ്ടായത് കരാറുകാരന്റെയും PWD ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്നുള്ള ഗുരുതര വീഴ്ചയും അഴിമതിയുമാണെന്ന് ചൂണ്ടിക്കാട്ടി പൗരാവകാശ സമിതിക്ക് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലെ വിശ്രമ കേന്ദ്രത്തിൽ ഇനി തോണി ഒഴുക്കി നമുക്ക് കളിക്കാം. അത്രമാത്രം വെള്ളമാണ് ഈ വിശ്രമ കേന്ദ്രത്തിലേക്ക് ഒരൊറ്റ മഴയിൽ അടിച്ചു കയറിയിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും വിശ്രമിക്കാനുള്ള കെട്ടിടമാണിത്. എന്നാൽ പണി പൂർത്തീകരിച്ച് പൊതുജനത്തിന് വിട്ടു നൽകാൻ തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെ പെയ്ത വേനൽ മഴയാണ് കെട്ടിട നിർമ്മിതിയിലെ അഴിമതി പൊളിച്ചു കാണിച്ചത്. കെട്ടിട നിർമ്മാണത്തിലെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചതെന്നാണ് ഉയരുന്ന പരാതി. വേണ്ടത്ര ചെരുവില്ലാതെ നിർമ്മിച്ചതിനാൽ തന്നെ മഴ പെയ്താൽ വെള്ളം കൃത്യമായി കെട്ടിടത്തിനകത്തേക്ക് ഒലിച്ചെത്തും. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ചോർന്നൊലിക്കുന്നതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പൗരാവകാശ സംരക്ഷണ സമിതി SDS ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയൊക്കെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം വ്യതിചലിച്ചും കൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കെട്ടിട നിർമ്മാണത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇതിൻ്റെ മേൽക്കൂരയുടെ സ്ലോപ്പ് കൃത്യമായ രീതിയിൽ പാലിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ തറനിരപ്പ്, ആ തറനിരപ്പിലും സ്ലോപ്പ് ഇടാത്തതിൻ്റെ ഭാഗമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ വെള്ളം അകത്തേക്ക് വരികയും അതോടൊപ്പം വന്ന വെള്ളം ഒലിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതി നിലവിലുണ്ട്. PWD ആണ് നിർമ്മാണം നടത്തിയതെന്നും നിലവിലെ അപാകത പൂർണ്ണമായി പരിഹരിക്കാതെ കെട്ടിടം ആശുപത്രി അധികൃതർ ഏറ്റെടുക്കില്ലെന്നും ബീച്ച് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സച്ചിൻ ബാബു സമിതിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം വിജിലൻസ് അന്വേഷണമാണ് പൗരാവകാശ സംരക്ഷണ സമിതി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. നമ്മളൊന്ന് കോട്ടയത്തേക്ക് പോവുകയാണ്. ഇടത് കോട്ടയായ ഏറ്റുമാനൂരിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് നാട്ടകം സുരേഷ് MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. കർഷകരുടെ പ്രശ്നങ്ങളിലടക്കം മന്ത്രി കൂടിയായ മുൻ ജനപ്രതിനിധി ഇടപെടാതിരുന്നതാണ് കുമരകം, തിരുവാർപ്പ് പോലുള്ള പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ കാരണമെന്നാണ് നാട്ടകം സുരേഷ് പറയുന്നത്. ജനകീയ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും നാട്ടകം സുരേഷ് അമൃത ന്യൂസിനോട് പറഞ്ഞു. കോട്ടയം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊന്ന് ഏറ്റുമാനൂരിലെയായിരുന്നു. മന്ത്രിയായിരുന്ന VN വാസവനെ 20,000-നടുത്ത് വോട്ടുകൾക്കാണ് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഈ 20,000-ന്റെ അടുത്ത് വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം അത്രയും പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച നിമിഷം മുതൽ തന്നെ വിജയിക്കും എന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. ഓരോ ദിവസങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോഴും നല്ല ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നും എനിക്കും പാർട്ടി പ്രവർത്തകർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നീട് വന്നപ്പോൾ നല്ല ഭൂരിപക്ഷമാകും എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഞങ്ങൾ മാധ്യമങ്ങളോടൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. 10,000-ന് മുകളിൽ എത്ര വേണമെങ്കിലും ഭൂരിപക്ഷം പോകും എന്നാണ്. 10,000-ൽ താഴെ വരികയില്ല, 10,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകും. പക്ഷേ അത് നമ്മൾ മീഡിയാസിനോടൊന്നും ഇപ്പം പറയണ്ട എന്നുള്ള അതൊരു പാർട്ടി രഹസ്യമായ അകത്തുള്ളൊരു ഇതായിട്ട് തന്നെ ഞങ്ങൾ അതുകൊണ്ടാണ് പുറത്തങ്ങനെ പറയും. എന്നാലും ഞാൻ പറഞ്ഞു 10,000-ന് മുകളിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇത്രയും ഈ 20,000-നടുത്തുള്ള ഭൂരിപക്ഷം എന്നുള്ളത് സത്യം പറയണമല്ലോ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും ജനങ്ങളുടെ പ്രതികരണം നല്ല വിജയം ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കർഷകരുടെ പ്രശ്നങ്ങൾ, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, കുടിവെള്ളമില്ലാത്ത പ്രശ്നങ്ങൾ, ആശുപത്രിയിൽ ഡോക്ടറില്ലാത്ത വിഷയങ്ങൾ, ഗതാഗത പ്രശ്നങ്ങൾ,
ഏറ്റുമാനൂരിലെ ഗതാഗതക്കുരുക്ക്, എന്തെല്ലാം വിഷയങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്നിനും ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ 5 വർഷം ശരിക്കും ഞങ്ങളൊരു ഒരു കുറ്റപത്രം എന്നും പറഞ്ഞൊരു സാധനം ഇറക്കിയായിരുന്നു. ശരിക്കും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര സത്യസന്ധവും വസ്തുതാപരവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും നടക്കാത്ത ഒരു സ്ഥലം. ഞാൻ ആലോചിക്കുകയാണ്, ഈ 5 വർഷവും കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. മന്ത്രിയായിരുന്നു, ഗവൺമെൻറ്റിൽ വലിയ സ്വാധീനം ഉണ്ട് എന്ന് നമ്മളെല്ലാം ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആകാം, എനിക്കറിയില്ല. ഇത് ഇടതുകോട്ടയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെയെല്ലാം വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായത്. എന്താണ് അവിടെ ഇടതു വോട്ടുകൾ എങ്ങനെയാണ് എത്തിയതെന്നാണ് കരുതുന്നത്? കഴിഞ്ഞ തവണ കൊമരകം, തിരുവാർപ്പ്, ഐമനം ഈ 3 പഞ്ചായത്തിലായിട്ട് കഴിഞ്ഞ തവണ 13,500 വോട്ടിന് മുകളിൽ LDFന് ലീഡുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് ലീഡുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ആ 3 പഞ്ചായത്തും UDFന് ലീഡാണ്. നീണ്ടൂർ ഒരു UDF പഞ്ചായത്ത് ഭരിക്കുന്നെങ്കിലും അതൊരു LDF ഒപ്പം UDF LDF ഒപ്പം നിൽക്കുന്നതാണ്. പക്ഷേ അവിടെ എനിക്ക് 1200ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDFന് ഈ പ്രാവശ്യമുള്ളത്. എല്ലാ നഗരസഭ, അതിരമ്പുഴയിലൊക്കെ ജനങ്ങളെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ എനിക്കൊരു സന്തോഷം, ജനങ്ങൾ കൃത്യമായി നേരിൻ്റെ വഴി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കാപട്യങ്ങളെ തിരിച്ചറിഞ്ഞു, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളെ തിരിച്ചറിഞ്ഞു, പലതരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു, അതിനെ അവർ അവഗണിച്ചു. അവർ കൃത്യമായി ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് അവിടുത്തെ വോട്ടർമാരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഞാൻ കൈകൂപ്പി നമസ്കരിക്കുകയാണ്, അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ. കൊമരകത്തും തിരുവാർപ്പിലും ഒക്കെ കോൺഗ്രസും CPM എന്ന നിലയിലാണെങ്കിൽ ഈ വോട്ട് വരികയില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ പാർട്ടിക്കാരും എല്ലാവരും എനിക്ക് UDFന് വോട്ട് ചെയ്തത്. അപ്പം അവരുടെ രാഷ്ട്രീയം അവർ മാറ്റി വെച്ചിട്ടുണ്ട്, അവരുടെ മറ്റെന്തെങ്കിലും ചിന്താഗതികളോ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടോ അതെല്ലാം അവർ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ ശരിയുടെ പക്ഷം തിരഞ്ഞെടുത്തു. അതൊരു വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനതയ്ക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇലക്ഷൻ്റെ സമയത്തൊക്കെ VD സതീശൻ പറഞ്ഞത് 1 ഡസനിലധികം മന്ത്രിമാർ തോക്കുമെന്നായിരുന്നു. അത് കോട്ടയത്തെ മന്ത്രിയെ തോൽപ്പിക്കാൻ സാക്ഷാൽ DCC പ്രസിഡന്റോടെയ സാക്ഷാൽ നാട്ടകം സുരേഷാണ് ഇറങ്ങിയത്. 20,000ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയും ചെയ്തു. ഇനി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം നടപ്പാക്കാൻ പൂർണ്ണമായും ശ്രമിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. നമുക്ക് കൊല്ലത്തെ ചാത്തന്നൂരിലേക്ക് പോകാം. LDFന്റെ ഉറച്ച കോട്ടയായ ചാത്തന്നൂരിൽ താമര വിജയിപ്പിച്ച ആളാണ് BB ഗോപകുമാർ. കൊല്ലം ചാത്തന്നൂർ മണ്ഡലത്തിലെ ഈ നിയുക്ത MLA കഴിഞ്ഞ 2 തവണയും മണ്ഡലത്തിൽ 2ാമതായിരുന്നു. ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയെ 4398 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BB ഗോപകുമാർ പരാജയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ കുടുംബവിശേഷങ്ങളൊപ്പം മണ്ഡലത്തിലെ വികസന കാഴ്ചപ്പാടുകളുമൊക്കെ അദ്ദേഹം അമൃത ന്യൂസുമായി പങ്കുവച്ചു. അതിലേക്ക്. ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്നുള്ള നിയുക്ത BJP MLA BB ഗോപകുമാർ. ഏതായാലും ചാത്തന്നൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ജനനായകനായി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി വീട്ടിലെ ഈ ജനനായകൻ എങ്ങനെയാണ്, വീട്ടുകാരോട് തന്നെ ചോദിക്കാം. പേര് ഒന്ന് പറഞ്ഞ് പരിചയപ്പെടാം. സീജ. എന്താണ്, ഏതെങ്കിലും ജോലിയുണ്ടോ അല്ലെങ്കിൽ? ഹൗസ് വൈഫാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചേട്ടൻ്റെ രാഷ്ട്രീയവും എല്ലാം നമ്മൾ ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഒരു റിസൾട്ടും വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് വീട്ടിലെ ഈ ജനനായകൻ? വീട്ടിലും ഈ പുറമേ കാണുന്ന കണക്ക് തന്നെ ആള് നല്ല സമാധാനപ്രിയനാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല, അത്രയേ ഉള്ളൂ. വീട്ടിലങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ ആള് സമാധാനിയായതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിന് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ കൂടുതലും ആൾക്കാരുടെ ഇടയിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. വീട്ടിലെ പ്രശ്നങ്ങളെക്കാട്ടിലും കൂടുതൽ ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാണ് ഇഷ്ടം. എത്ര വയ്യായി വന്ന് കിടന്നാലും ആരെങ്കിലും കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, സന്തോഷമായിട്ട് അവരുടെ ഇടയിലായിരിക്കാനാണ് ഇഷ്ടം. മകനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാ? ഗൗരി എന്നാണ് പേര്. ഞാൻ ഇപ്പം BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 1 വർഷം ISROയിൽ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പം ഇവിടെ വീട്ടിലുണ്ട്, ഇലക്ഷൻ്റേതായതുകൊണ്ട് വീട്ടിലുണ്ട്. ഇപ്പം അച്ഛൻ എങ്ങനെയാ? അച്ഛൻ അമ്മ പറഞ്ഞ കണക്ക് വീട്ടിൽ സമാധാനപ്രിയനാണ്. അപ്പം നമ്മുടെ അടുത്ത് അങ്ങനെ വലുതായിട്ട് ദേഷ്യപ്പെടുത്തിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അച്ഛൻ ഹെഡ് മാഷായിട്ടിരുന്നപ്പോൾ തന്നെയാണ് ഞാൻ അവിടെ സ്കൂളിൽ പഠിച്ചതും. അപ്പോൾ ആ സമയത്തായിരുന്നാൽ പോലും നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കത്തൊന്നുമില്ല. ഇങ്ങനെ
പുള്ളി വലുതായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ടൈപ്പല്ല. അപ്പോൾ അതിൽ നല്ല ഹാപ്പിയാണ്. കുടുംബത്തിലെ ഒരു ജനനായകൻ എന്ന നിലയിൽ താങ്കൾ വളരെ സന്തോഷത്തിലാണല്ലേ? അതെ അതെ, പ്രത്യേകിച്ച് ഭാര്യ എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞു വന്ന നാൾ മുതൽ എൻ്റെ എല്ലാ പൊതുപ്രവർത്തന രംഗത്തിനും വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും പിന്തുണയും നൽകിയിട്ടുണ്ട്. അതിനപ്പുറം വീട്ടുകാരെ നോക്കുക എന്ന് പറയുന്നത് വളരെ ഭാര്യചിത്രാർത്ഥം. ആ ഭാര്യചിത്രാർത്ഥം 2 മക്കൾ, 2 ആൺമക്കൾ, അവരെ വളർത്തുന്നതിൽ, അവരെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇതെല്ലാം വളരെ കൃത്യമായും ചിട്ടയോടും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് ഞാൻ പൊതുപ്രവർത്തനം ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാ പിന്തുണയും. ചില സമയങ്ങളിൽ ഇങ്ങനെ പറയും കിട്ടുന്നില്ല, കാര്യങ്ങൾ പറയാൻ, സ്വകാര്യ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആ പരിഭവം കൂടി പോയാൽ 10 മിനിറ്റ് നിൽക്കാറുള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ അതിനേക്കാൾ സ്നേഹത്തോടെ സമീപിച്ച് ആ കാര്യങ്ങൾക്ക് വേണ്ട പിന്തുണ, ഞാൻ എവിടെയെങ്കിലും താഴ്ന്നു പോയാലും നല്ല പിന്തുണ എപ്പോഴും. തികഞ്ഞ ഈശ്വരഭക്തയാണ്. നേരം നാമവും ഒക്കെ ജപിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതും ഇവിടെ പറഞ്ഞു ഒരു കരുത്താണ്. അത് വലിയ ദൈവവിശ്വാസം. മറ്റ് ക്ഷേത്രങ്ങളിൽ പോകാനൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും ഒരു ഈശ്വരഭക്ത എന്ന രീതിയിലും നല്ലൊരു കുടുംബിനി എന്ന രീതിയിലും അത് വലിയ പിന്തുണയാണ് എനിക്ക് പൊതുരംഗത്ത് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ MLA ആയി നിയമസഭയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും താങ്കളിൽ നിന്ന് ആദ്യമായി മനസ്സിൽ ഇന്ന കാര്യം നടത്തണം എന്നൊരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിരവധി കാര്യങ്ങളുണ്ട് ചാത്തന്നൂരെ സംബന്ധിച്ച്. ചാത്തന്നൂരിൻ്റെ തൊഴിൽ മേഖലയായാലും വ്യവസായ മേഖലയായാലും കാർഷിക മേഖലയായാലും അല്ലെങ്കിൽ അടിസ്ഥാന വികസനങ്ങൾ, റോഡ് അടക്കമുള്ള അടിസ്ഥാന വികസനങ്ങൾ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യ പരിഗണന വേണ്ടത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് സാധാരണ പാവപ്പെട്ട ആൾക്കാർ വന്നു പോകുന്നു. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ ലഭിക്കുന്നില്ല എന്ന നീണ്ട പരാതി വർഷങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം തുല്യ പ്രാധാന്യമുള്ളതാണ്. ആ തുല്യ പ്രാധാന്യം തന്നെ അതിനെ പരിഗണിച്ച് പോകാനാണ് ശ്രമിക്കുന്നത്. കൊല്ലത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ഒരു പൊളിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു തിരുത്ത് വരുത്തിക്കൊണ്ടാണ് BJP കൊല്ലം ജില്ലയിലേക്ക് വന്നത്. അതിനെ എങ്ങനെ കാണുന്നു? ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ചാത്തന്നൂരിലെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചാത്തന്നൂർ എന്ന പേര്, ഞാനൊരു സാധാരണക്കാരൻ, ഒരു സാധാരണ ജീവിത പശ്ചാത്തലം, ആ മറ്റ് 2 പേരും കേന്ദ്രമന്ത്രിമാരായിരുന്നവരാണ് അവരുടെ മണ്ഡലങ്ങളിൽ ജയിച്ചത്. അതുകൊണ്ട് തന്നെ ചാത്തന്നൂർ എങ്ങനെ ജയിച്ചു? വലിയ വാർത്താ പ്രാധാന്യവും മാധ്യമ വാർത്തകളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു മണ്ഡലം, ഒരു ഇടതുപക്ഷ കോട്ട. അവിടെ എങ്ങനെ ഒരു മാറ്റം വന്നു? ഈ വിജയം എങ്ങനെ BJPക്ക് ഉണ്ടാക്കിയെടുത്താൻ കഴിഞ്ഞു എന്നൊരു വളരെ സംഘടനാപരമായ ചർച്ചയും പൊതുരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചാത്തന്നൂരിൻ്റെ പേര് ദേശീയ തലത്തിൽ ആരാധനായ പ്രധാനമന്ത്രി വരെ ചാത്തന്നൂരിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്ന തരത്തിലേക്കൊരു വിജയം മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് അത് ജനങ്ങളാണ്. ചാത്തന്നൂരിൽ 4 പതിറ്റാണ്ടായി ചാത്തന്നൂരിലെ ജനങ്ങൾ എനിക്ക് നൽകുന്ന ഒരു പിന്തുണ, സഹകരണമാണ്. എൻ്റെ പൊതുരംഗത്ത് അവരാണ് എനിക്ക് കരുത്തായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് BJPയുടെ നിയുക്ത ചാത്തന്നൂർ MLA BB ഗോപകുമാറിൻ്റെ കുടുംബവിശേഷങ്ങൾ. ജനകീയ വിശേഷങ്ങൾ ഒരുപാട് അറിഞ്ഞു, നാട്ടുവിശേഷങ്ങൾ അറിഞ്ഞു. ഈ കുടുംബവിശേഷങ്ങൾ അറിഞ്ഞപ്പോൾ ജനനായകൻ എന്നതിലുപരി ഇദ്ദേഹം ഒരു ഗൃഹനായകൻ കൂടിയാണ്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. വിപണിയുടെ വിലയിരുത്തലാണ് അതിന് ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണിയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? എങ്ങനെയാവും തുടങ്ങുക? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ടതിന് ശേഷമേ ഇനി മുന്നോട്ട് നീങ്ങൂ എന്നുള്ള പ്രതീക്ഷയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു നിക്ഷേപ താല്പര്യത്തിന് ശേഷം ഇന്നലെ നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ രണ്ടാം തര ചെറുകിട ഓഹരികളിൽ ഇന്നലെ നേട്ടം തന്നെയായിരുന്നു. ഇത് കാണിക്കുന്നത് വിപണിയുടെ അന്തർധാര ശക്തമാണ് എന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിലും രണ്ടാം തര ചെറുകിട ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ് വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. അത് ഏറ്റവും നിർണായകമാകുക ചെറുകിട നിക്ഷേപകരുടെ താല്പര്യവും ഒപ്പം തന്നെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഇടപെടലുമായിരിക്കും. കഴിഞ്ഞ ദിവസം വിപണിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് കുറഞ്ഞിരുന്നെങ്കിൽ കൂടിയും അവർ അറ്റ വിൽപ്പനയിൽ തന്നെയായിരുന്നു. വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയിൽ നിർണായകം തന്നെയായിരിക്കും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഒരു പരിധിവരെ ഓഹരി അധിഷ്ഠിത നീക്കത്തിനും ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള നീക്കത്തിനും കാരണമാവുകയും ചെയ്യും. പ്രവർത്തന ഫലങ്ങൾ തന്നെയാണ് വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആഭ്യന്തര ഘടകമായി കണക്കാക്കുന്നത്. ആഗോള സാഹചര്യങ്ങളും വിപണിയെ സ്വാധീനിച്ചേക്കും. ഇന്നലെ US വിപണിയിൽ നഷ്ടമായതുകൊണ്ട് തന്നെ ഏഷ്യൻ വിപണിയിൽ പലതിലും ഇപ്പോൾ നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് വിപണി നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങുക. മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് 24,200 എന്ന നിലവാരത്തിലാണ് അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരത്തിൽ
ക്രമപ്പെട്ട് നീങ്ങിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് നീങ്ങൂ എന്നുള്ള പ്രതീക്ഷയുള്ളൂ. മുകളിലേക്കാണെങ്കിൽ 24,400 എന്ന നിലവാരമാണ് ഒരു പ്രതിരോധ നിലവാരമായിട്ടും സാങ്കേതികമായി കണക്കാക്കപ്പെടുന്നത്. ആ നിലവാരം മറികടന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. രൂപയിലെ നീക്കവും എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വിപണിയെ സ്വാധീനിച്ചേക്കും. $100 കഴിഞ്ഞ ദിവസം ബ്രണ്ട് ക്രൂഡ് ഓയിൽ വില എത്തിയിരുന്നു. $100 താഴേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു നിലവാരം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിക്ക് പ്രോത്സാഹനം തന്നെയാണ്. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുകയാണെങ്കിൽ തീർച്ചയായും അത് പണപ്പെരുപ്പത്തിന് വഴിവെക്കുകയും ഒപ്പം തന്നെ പല കമ്പനികളുടെയും പ്രവർത്തന ഫലത്തെ അത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ഘടകം പ്രധാനമാണ്. എണ്ണവിലയിൽ ഒരു കുറവുണ്ടാവുകയാണെങ്കിൽ, അന്താരാഷ്ട്ര വിലയിൽ ഒരു കുറവുണ്ടാവുകയാണെങ്കിൽ അത് രാജ്യത്തെ വിലക്കയറ്റത്തെ ബാധിക്കാതെ എണ്ണവില കൂട്ടാതെ നിലനിൽക്കുകയും ചെയ്യും. ഈ ഘടകങ്ങളൊക്കെ തന്നെയായിരിക്കും വിപണി ഉറ്റുനോക്കുന്നതും. എന്തായാലും ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കെ ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. ഇനി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യത്തിലേക്കാണ്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ചക്രവാത ചുഴി കേരള തീരത്തിനടുത്തുണ്ട് എന്നാണ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരാനുള്ള സാഹചര്യമാണുള്ളത്. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രശസ്ത മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന് നൽകി. NH അൻവർ അനുസ്മരണവും സെമിനാറും പരിപാടിയുടെ ഭാഗമായി നടന്നു. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ പുതിയ ഉള്ളടക്കങ്ങൾ കൊണ്ട് നേരിടുന്നതാണ് മാധ്യമപ്രവർത്തനമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മാധ്യമപ്രവർത്തകൻ CL തോമസ് പറഞ്ഞു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MD K ഗോവിന്ദൻ, അൻവർ ട്രസ്റ്റ് ട്രഷറർ KV രാജൻ എന്നിവർ പ്രസംഗിച്ചു. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തകർത്ത് ലക്നൗ സൂപ്പർ ജയൻസ്. 9 റൺസിനായിരുന്നു ലക്നൌവിന്റെ ജയം. മഴ പലതവണ തടസ്സപ്പെടുത്തിയതോടെ 19 ഓവറാക്കി കുറച്ച മത്സരത്തിൽ 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCBക്ക് 19 ഓവറിൽ 203 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 56 പന്തിൽ 111 റൺസ് എടുത്ത മിച്ചൽ മാർഷാണ് ലക്നൌവിന്റെ ടോപ്പ് സ്കോറർ. തുടർച്ചയായ 6 തോൽവികൾക്ക് ശേഷമാണ് ലക്നൌ ഒരു മത്സരം ജയിക്കുന്നത്. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് നേരിടുക. ഡൽഹി പോയിന്റ് പട്ടികയിൽ 7-ാമതും കൊൽക്കത്ത 8-ാം സ്ഥാനത്തുമാണ്. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ്. രാത്രി 7:30 മുതൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആര്, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ സജീവമായി നടക്കുകയാണ്. ആ വാർത്തകളൊക്കെ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. ഒപ്പം മഴ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ മുന്നോട്ട് പോകാൻ ജനങ്ങളും ശ്രദ്ധിക്കുക. നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്.